അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓരോ കുടുംബങ്ങളിലും വളരെ സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും അവിടെ പൊട്ടലും ചീറ്റലൊക്കെ ആയിട്ട് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അവർ തന്നെ പോറ്റി വളർത്തുന്ന മക്കളാണെന്നിരിക്കെ എവിടെയാണ് നമുക്ക് പിഴച്ചത്, എന്താണ് ഇനിയൊരു മാർഗം എന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കുന്ന നന്നായിരിക്കും. ആറ്റുനോറ്റ് വളർത്തിക്കൊണ്ട് വന്ന് അവനിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കും അവൻ്റെ ഒരു വൈബിനനുസരിച്ച് നമ്മൾ മാറാതിരിക്കുക. അപ്പോൾ അവരും അവരുടെ ജനറേഷനും ഇട്ട് തന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിട്ട് സമർപ്പിച്ചിട്ടുള്ള ഒരു പേരുണ്ട് തന്ത വൈബ്. ആ വൈബാണെന്നുള്ള അവർ നേരത്തെ മനസ്സിലാക്കി വെക്കുകയും അതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും വാക്കുകളും അവരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ഒന്നുമല്ലാതായി പോകുന്നത്. സത്യത്തിൽ അവർ നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് എന്ന ഒരു വസ്തുതാപരമായിട്ടുള്ളൊരു അന്വേഷണം നമ്മൾ ഓരോരുത്തരും നടത്തണം. കാരണം അവർ നമ്മുടെ മക്കളാണെങ്കിൽ പോലും അവരുടേതായിട്ടുള്ള ചിന്തകളിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടേതായ ലോകത്താണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സാഹചര്യങ്ങൾ കെട്ടിപ്പടുക്കാനും അവരുടേതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തുചേർന്ന് വന്നാൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനോ ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകും. അതിനിടെയായിരിക്കും നമ്മളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവരോട് പറയുന്നത്. അത് ഈ ആൽഫ ജനറേഷനോ അല്ലെങ്കിൽ അത്ര കണ്ടിട്ടുള്ള ആ വലിയ ബഹുസ്വരതയിൽ ഒരുമിച്ച് കൂടി പല കോളേജുകളിലും പോയി തിരിച്ചു വരുന്ന കുട്ടികൾക്ക് നമ്മുടെ ആ വാക്കുകൾ അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുതന്നെയാണ് മിക്ക കുടുംബത്തിലെയും പ്രശ്നങ്ങൾ. നമ്മുടെ പെൺമക്കൾ ചെയ്യുന്നത് ഉമ്മാക്ക് ഇഷ്ടമാകുന്നില്ല, ആൺമക്കൾ ചെയ്യുന്നത് വാപ്പാക്ക് ഇഷ്ടമാകുന്നില്ല, അല്ല രണ്ടുപേർക്കും ഇഷ്ടമാകുന്നില്ല എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഇതിനൊരു പരിഹാരം വേണ്ട നമുക്ക്. എന്താണ് ഇതിനൊക്കെ പരിഹാരം? ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് നമ്മുടെ വളർന്നു വരുന്ന മക്കൾ തന്നെയാണ്. വാപ്പയുടെ പൊരുത്തക്കേട്, ഉമ്മയുടെ ആ ഒരു ശാപം ഒരിക്കലും വാങ്ങരുത് എന്നൊക്കെ കരുതുന്ന നല്ല മക്കളായിട്ട് വളർന്നു വരുന്ന ഒരുപാട് കുട്ടികൾക്കിടയിൽ ഈ വാപ്പ എന്താ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്, ഉമ്മാക്കെന്താ എൻ്റെ ശൈലി തിരിയാത്തത് എന്ന് പറയുന്ന ഒരുപാട് കുട്ടികൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അവരെ ഒന്ന് തുറന്ന് മനസ്സിലാക്കാൻ, അവരെ ഒന്ന് തുറന്ന് കേട്ടുകൊടുക്കാൻ നമ്മൾ ഓരോ രക്ഷിതാക്കളും ഒരുങ്ങേണ്ടതുണ്ട്. അല്ല എങ്കിൽ നമ്മുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവരുടേതായിട്ടുള്ള ലോകങ്ങൾ കെട്ടിപ്പടുക്കാൻ അവർ ഓടിപ്പോകും. അപ്പം നമ്മൾ കരുതുക ഞാൻ ഇത്രയും നാൾ നൊന്ത് പെറ്റ് വളർത്തിക്കൊണ്ടുവന്ന് ഈ ഒരു അവസരത്തിൽ ഓനെന്നെ ഇട്ടേച്ച് പോയല്ലോ. സത്യം പറയുകയാണെങ്കിൽ അതൊരു വെറുതെയുള്ളൊരു വാക്കാണ്. കാരണം അങ്ങനെയുള്ള വാക്കുകൾക്കൊന്നും അവിടെ ഒരു പ്രസക്തി ഉണ്ടാവില്ല. കാരണം മക്കൾ കുറേ നോക്കി നിങ്ങൾ ശരിയാകുമെന്നുള്ളത്. പക്ഷേ മക്കളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായി ഇനി വാപ്പാൻ്റെ അടുത്ത് കൂടുതൽ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മാനോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുന്നിടത്തോളം ആ ഉമ്മ എന്നോട് ദേഷ്യം കൂട്ടിക്കൂട്ടി വെക്കുക എന്നുള്ളതല്ലാതെ ഒരു ഗുണവും കിട്ടില്ല എന്ന് ഉറപ്പിക്കുമ്പോൾ മാത്രമാണ് അവരുടെ മറ്റൊരു ചിന്താഗതിയിലേക്ക് അല്ലെങ്കിൽ ചിന്താധാരയിലേക്ക് അവർ പോകുന്നത്. നമ്മളാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്. നമ്മൾ കൈപിടിച്ച് നടത്തിയിട്ട് ലോകങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് മോനെ ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. പക്ഷേ 18 15 വയസ്സാകുമ്പം ചിറക് വെച്ചിട്ട് അവരുടേതായ ചിന്താധാരയിലേക്ക് അവർ നീങ്ങുമ്പോൾ നമ്മുടെ വൈബിനൊത്തിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ ഒരു കുറ്റബോധത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം അവർ വളരേണ്ടവരാണ്, വളരാൻ വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിച്ചവരാണ്. പക്ഷേ ആ വളർച്ചയിൽ അവർ കാണുന്ന കാഴ്ചകൾ നമ്മുടെ പോലുള്ള കാഴ്ചകളല്ല. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് തുറന്ന് സംസാരിക്കാനുണ്ടാകും. ആ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കേട്ടുകൊടുക്കാൻ നമ്മളൊന്ന് തയ്യാറായാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ നമ്മുടെ കുട്ടികളെ കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം കാണാൻ നമ്മളെ കൊണ്ട് തന്നെ സാധിക്കുമെന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക. കുട്ടികളെ കൊണ്ട് കുറ്റം പറയുന്നവർ ഓർക്കുക, ഒരു ടീച്ചേഴ്സിൻ്റെ മുമ്പിലും ഒരു കുട്ടിയെയും താത്തി പറയരുത്. ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് കുറ്റാരോപിതനാക്കരുത്. കാരണം അവരുടെ മനസ്സിൽ ഓരോന്നും കോറി ഇടപെടുന്നുണ്ട്. എൻ്റെ ഉമ്മ എല്ലാ ആളുകളുടെ അടുത്തും ഇങ്ങനെയാണല്ലോ എന്നെ പരിചയപ്പെടുത്തിയത്, ഇനി എന്തിനാണ് ഞാനിങ്ങനെ നന്നാകാനൊക്കെ ശ്രമിക്കുന്നത്, അതുകൊണ്ടൊന്നും ഇനി കാര്യമില്ല എന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കൽ അവരങ്ങ് നടത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ശകാരിച്ചിട്ടോ ഉപദേശിച്ചിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ ശിക്ഷിച്ചിട്ടോ ഒരു കാര്യം ഒരു മാറ്റവും അവരിൽ ചെലുത്താൻ കഴിയില്ല. കാരണം നമ്മളാണ് അവരങ്ങനെ ആക്കിയത്. എന്നിട്ടാണ് നമ്മൾ തന്നെ വീണ്ടും തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, വളർന്നു വരുന്ന മക്കളെ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും കൂടെ ചേർന്ന് കഥകൾ കേൾക്കാനും അവരോട് കഥ പറയാനും അവരുടെ വൈബിനൊത്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കാനും കൂടെ കൂട്ടുകാരനെ പോലെ സന്തത സഹചാരിയെ പോലെ അവരിൽ ഒരാളായിട്ട് നമ്മളൊക്കെ ഒന്ന് നിന്നാൽ അവർക്കും ഹാപ്പിയാണ്, നമുക്കതിലേറെ ഹാപ്പിയാണ്. അങ്ങനെ ആകുമ്പോഴേ ഒരു സകുടുംബം പിറവിയെടുക്കുകയുള്ളൂ. അല്ലേ കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ആക്ഷേപ വാക്കുകൾ കൊണ്ട് നമ്മുടെ ഈ ജീവിതം വെറുതെ കളയേണ്ടി വരും. ഇനിയെങ്കിലും നമ്മൾ ഓർത്ത് വെക്കുക, ഇനി ഇതല്ല മറ്റൊരു ലോകം ഇവിടെ കെട്ടിപ്പടുക്കാൻ ഓരോ വീടകങ്ങളിലും കഴിയുമെന്ന് വലിയ പ്രതീക്ഷയോടുകൂടെ നമ്മൾ ജീവിതം ആരംഭിക്കുക.